ശരാശരി കണ്ടെത്തുന്ന മാർഗം എല്ലാവരും ശ്രദ്ധിക്കണം. ആൺകുട്ടികളുടേതും പെൺകുട്ടികളുടേതും നമ്മൾ വേറെ വേറെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആൺകുട്ടികളുടേത് ഇവിടെ ചെയ്തതുപോലെ ഹുദൂറു ഹാദ ഷഹറിൽ ഈ 3 ഹാജറുകൾ നമ്മൾ കൂട്ടുക. അപ്പോൾ 9, 14, 23ക്ക് 3 നമ്മൾ എഴുതി. ബാക്കി സിസ്റ്റം 2 ഉണ്ട്. 3, 4, 5, 53 ഇത് ശരിയാണ്. അതേപോലെ ഹുദൂർ ഷഹറുൽ മാദി ഇവിടെ 22, 21, 22 ഇത് നമ്മൾ കൂട്ടുമ്പോൾ 5, 6, 65. ഇനി മജ്മു ഇത് രണ്ടും കൂട്ടിയതാണല്ലോ മജ്മു എന്ന് പറയുന്നത്. ഈ മജ്മുവിനെയും നമ്മൾ അതേപോലെ കൂട്ടണം. 9, 8, 17, 17, 1, 18ക്ക് 8 സിസ്റ്റം 1, 4, 1, 5, 8, 11 അങ്ങനെ 118. അതേപോലെ പെൺകുട്ടികളുടേത് നമ്മൾ കൂട്ടുക. 9, 7, 16, 16, 7, 23, 23, 7, 30, 30, 8, 38ക്ക് 8 സിസ്റ്റം 3, 4, 5, 6, 7, 8 88 ഇവിടെയും ശരിയാണ്. അതേപോലെ ഷഹറുൽ മാദിയുടേത് കൂട്ടുക. 2, 2, 4, 5, 6, 6, 9, 15ക്ക് 5 സിസ്റ്റം 1, 3, 5, 7, 9, 10 അങ്ങനെ 10 105 അതിവിടെ കൃത്യമാണ്. ഇനി മജ്മുയിലേത് നമ്മൾ കൂട്ടുക. 1, 9, 10, 18, 26, 26, 7, 33 സിസ്റ്റം 3, 3, 4, 7, 7, 3, 10, 13, 16, 19 193. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 53-നെ ഹാദ ഷഹറിലെ 53-നെ നമ്മൾ ഈ അയ്യാമുദ്ദിറാസയിലെ 19 കൊണ്ട് ഹരിക്കണം. എന്നിട്ട് കിട്ടുന്ന ആൻസറിനെ 53-നെ ഹാദ ഷഹറിലെ 19 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 3 എന്ന് ആൻസർ കിട്ടും. അതേപോലെ ഹുദൂർ ഷഹറുൽ മാദിയിലെ 65-നെ നമ്മൾ 22 കൊണ്ട് ഹരിക്കണം. അപ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. പോയിൻ്റ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണേ. പോയിൻ്റ് വരുന്ന സമയത്ത് 5ഉം 5ൽ കൂടുതലുമാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പറയാം, ഇവിടെ ആൺകുട്ടികൾ 3 ഉള്ളത് കൊണ്ട് 2.678 ഇങ്ങനെ, അല്ലെങ്കിൽ 2.568 ഇങ്ങനെ 5ൽ കൂടുതലാണ് പോയിൻറ്റിന് ശേഷം വരുന്നത് എങ്കിൽ അത് നമ്മൾ 3 എഴുതും. അല്ല 5ൻ്റെ താഴെയാണെങ്കിൽ 2.4 അല്ലെങ്കിൽ 2.3 ഇങ്ങനെയൊക്കെ വരുന്നതെങ്കിൽ നമ്മളിവിടെ 2 എഴുതാൻ പാടുള്ളൂ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ മജ്മു 118. ഈ 118-നെ മജ്മു അയ്യാമുദ്ദിറാസയിലെ മജ്മു ആകുന്ന 41 കൊണ്ട് ഹരിക്കുക. അങ്ങനെ ഹരിക്കുന്ന സമയത്ത് നമുക്ക് 3 ലഭിക്കുക. ഇതേപോലെ ഇതിപ്പോൾ ആൺകുട്ടികളുടേതാണ് നമ്മൾ ചെയ്തത്. ഇനി അതേപോലെ പെൺകുട്ടികളുടെ 88-നെ ഹാദ ഷഹറിലെ 19 കൊണ്ട് ഹരിച്ച് 5 ആൻസർ ചെയ്യാം. മറ്റൊന്ന് ഷഹറുൽ മാദിയിലെ 105-നെ ഷഹറുൽ മാദിയിലെ പ്രവൃത്തി ദിവസമാകുന്ന 22 കൊണ്ട് ഹരിച്ച് ഷഹറുൽ മാദിയിലെ ശരാശരി എഴുതേണ്ട അടുത്ത ഷഹറുൽ മാദിയിലെ 5 എഴുതാം. ഇനി ഇവിടെ മജ്മുവിലെ 193-നെ ഈ മജ്മുവിലെ 41 കൊണ്ട് ഹരിച്ച് കിട്ടുന്ന സമയത്ത് 5 നമുക്ക് ലഭിക്കും. ആ 5-നെ നമ്മൾ എഴുതുക. ഇങ്ങനെയാണ് ശരാശരി കാണേണ്ട യഥാർത്ഥ രൂപം. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും തെറ്റൂല. ചില ആളുകൾ എളുപ്പ വഴിക്ക് വേണ്ടിയിട്ട് ഈ 3 കൂട്ടും. 3 കൂട്ടിയാൽ 6, 6-നെ 2 കൊണ്ട് ഹരിക്കുക. അപ്പം 3 ഇവിടെ കൃത്യമായി എന്ന് വരും. അതേപോലെ 5, 5, 10, 10-നെ 2 കൊണ്ട് ഹരിച്ചാൽ 5. ചില സമയത്ത് കൂടുതലൊക്കെ മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം വരുന്ന സമയത്ത് ചിലപ്പോൾ പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിലൊക്കെ ശരാശരി മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അവതരിപ്പിച്ച രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ ഭംഗിയായി നിങ്ങൾക്ക് ശരാശരി കണ്ടെത്താനുള്ള മാർഗമാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.